നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ മരണത്തിൽ സംഘപരിവാർ പിന്തുണയോടെ നടത്തിയ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. ഗോപന്റെ കല്ലറ തുറക്കും ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് കുടുംബത്തോട് ആരാഞ്ഞ് ഹൈക്കോടതി. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും അസ്വാഭാവിക മരണമെന്ന് ഹൈക്കോടതി. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേർന്നു. സാലി, ഹൈക്കോടതിയുടെ നിരീക്ഷണം കൃത്യമാണ്. മരണ സർട്ടിഫിക്കറ്റ് എവിടെ? ആ മരണ സർട്ടിഫിക്കറ്റിൽ കൃത്യമായ മരണ കാരണം കാണിക്കും. അതില്ലെങ്കിൽ അത് അസ്വാഭാവിക മരണം തന്നെയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുമ്പോൾ ആ ഒരു ദുരൂഹത മാറിക്കിട്ടും. കല്ലറ പൊളിച്ച് മുന്നോട്ട് ആ അന്വേഷണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടാകുന്ന നിർദ്ദേശം, അല്ലേ? അതായത് ഈ നെയ്യാറ്റിൻകര ഗോപന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി കല്ലറ പൊളിക്കാൻ നെയ്യാറ്റിൻകര RDO നൽകിയ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് CS ഡേസിൻ്റെ ബെഞ്ചാണ് കേസെടുത്തത്. ആ കേസ് എടുത്ത ഉടനെ കോടതി ചോദിച്ചൊരു ചോദ്യം, ആദ്യത്തെ ചോദ്യം തന്നെ ഇതായിരുന്നു: ഈ മരിച്ചയാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടെ? ആ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പ്രശ്നം തീർന്നു എന്ന് കോടതി പറഞ്ഞു. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അതൊരു അസ്വാഭാവികമായി മരണമായി പരിഗണിക്കേണ്ടി വരും. അസ്വാഭാവിക മരണമായി സംശയമുയർന്നാൽ എല്ലാ കേസുകളിലും FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടി വരും പോലീസിന്. അന്വേഷണത്തിൻ്റെ ഭാഗമായി കല്ലറ പൊളിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അതാണ് ഇതിൽ സംഭവിക്കുന്നതെങ്കിൽ കോടതിക്ക് ഒരു കാരണവശാലും തടയാനാവില്ല എന്നുള്ളതാണ്. ഇനി ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാദങ്ങളെല്ലാം അംഗീകരിക്കാം, പ്രശ്നം ഇവിടെ അവസാനിക്കും. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അതിനർത്ഥം അത് അസ്വാഭാവികമായൊരു മരണമാണെന്നുള്ളതാണ്. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ കൃത്യമായി കോസ് ഓഫ് ഡെത്ത് എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൽ മരണകാരണവും വ്യക്തമാകും. മരണകാരണം അറിയുക എന്നുള്ളത് ഏത് നീതിന്യായ വ്യവസ്ഥയുടെയും നിയമവ്യവസ്ഥയുടെയും ഭാഗമാണ്. അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ തീർച്ചയായും വേണം താനും. അതുകൊണ്ട് ഈ കേസിൽ കല്ലറ പൊളിക്കണം എന്നുള്ള പോലീസിൻ്റെ നടപടി തടയണമെങ്കിൽ അതിന് മതിയായ കാരണങ്ങൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡെത്ത് സർട്ടിഫിക്കറ്റാണ്. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അന്വേഷണം തുടരട്ടെ, കല്ലറ പൊളിക്കട്ടെ എന്ന് തന്നെയാണ് കോടതിയുടെ നിലപാട്. മാത്രമല്ല, കോടതി പറഞ്ഞ കാര്യങ്ങൾ ഈ ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ ഒരു വിശദമായ റിപ്പോർട്ട് നൽകണം. ആ വിശദമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതാണ്. ഏതായാലും ഇതിൽ അടിയന്തരമായൊരു സ്റ്റേ വേണം എന്ന ഇയാളുടെ ബന്ധുക്കളുടെ ആവശ്യം, മരിച്ചയാളുടെ ബന്ധുക്കളുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. അങ്ങനെ സ്റ്റേ നൽകാനാവില്ല. ഏതായാലും നമുക്ക് അടുത്ത ആഴ്ച കേസ് പരിഗണിച്ച് ഇതിലൊരു തീർപ്പുണ്ടാക്കാമെന്നുള്ളതാണ്. ഒരു കാര്യം വ്യക്തമാണ്, കോടതി പറയുന്നത് ഈ രാജ്യത്തെ നിയമമാണ്. വിശ്വാസത്തിൻ്റെയോ അന്ധവിശ്വാസത്തിൻ്റെയോ പേരിൽ ആ നിയമത്തെ മറികടക്കാൻ ആർക്കും അനുവാദമില്ല. ആ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് അന്വേഷണം നടക്കണം എന്നുള്ളതാണ്. ഒരു അസ്വാഭാവിക മരണം നടന്നാൽ അല്ലെങ്കിൽ മാൻ മിസ്സിംഗ് ആണെങ്കിലും അന്വേഷണം വേണം. അന്വേഷണത്തിൽ FIR മസ്റ്റാണ്. FIRൻ്റെ ഭാഗമായി തുടർ നടപടിയാണ് ഈ പരിശോധന എന്ന് പറയുന്നത്. പരിശോധന അതുകൊണ്ട് തന്നെ തടയാൻ കോടതിക്കാവില്ല എന്ന് വാക്കാൽ തന്നെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇതിൽ ഒരു കോടതി ഇടപെടലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തന്നെ വ്യക്തമാണ്. ഒരുപക്ഷെ അത് ഓർഡറായി അടുത്ത ആഴ്ചയായിരിക്കും പുറത്തിറങ്ങുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഹർജി തള്ളിക്കൊണ്ടൊരു ഉത്തരവ് പുറപ്പെടുവിക്കുക അടുത്ത ആഴ്ചയായിരിക്കും. അതിനു മുമ്പ് ജില്ലാ കളക്ടറുടെയും ഈ ഹർജിക്കാരുടെയും ഭാഗം ഒന്നുകൂടി കേൾക്കേണ്ടതുണ്ട്. അതിനുശേഷം കോടതി തള്ളിക്കൊണ്ട് ഉത്തരവിട്ട് പൊളിക്കാൻ നിർദ്ദേശം നൽകും എന്ന് തന്നെ വ്യക്തമാണ് ഇന്നത്തെ കോടതി നടപടിയിൽ നിന്ന്. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.